സാറേ, ഈ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഇസ്രയേലും അതുപോലെ ഇറാനുമായി ഇപ്പോൾ വിഷയമാണ്. അവിടെ ആ വിഷയം നടക്കുമ്പോൾ തന്നെ സൗദി, ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണ എക്കാലത്തും ഇസ്രയേലിനുണ്ട്. സൗദിയുടെ റോൾ എന്താണ്? സൗദി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സൗദിക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ സൗദി? ഈ സൗദി ഞങ്ങളുടെ ഏറ്റവും പരമമായ പുണ്യസ്ഥലം മക്ക സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. എന്നുവെച്ചാൽ ആളുകൾ വിചാരിക്കുക സൗദി ഇസ്ലാമിന് വേണ്ടി ചാകാൻ നടക്കുന്ന രാജ്യമാണ്. അല്ല, സത്യത്തിൽ ലോകത്തെ അവസാനത്തെ ഇസ്ലാമിക സാമ്രാജ്യം എന്ന് ടർക്കിഷ് സുൽത്താൻ, നമ്മൾ ഓട്ടോമൻ സുൽത്താൻ്റെ സാമ്രാജ്യമായിരുന്നു. അതിനെ താക്കാൻ ബ്രിട്ടീഷുകാർക്ക് ചൂട്ട് പിടിച്ചു കൊടുത്ത ആളുകളാണ് സൗദി അറേബ്യക്കാർ, ഫാമിലി ഓഫ് സൗദ് എന്ന് പറയുന്ന ആളുകൾ. അപ്പം ഇസ്ലാമിനോടാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങളെ പണിയില്ലല്ലോ. കുരിശ് യുദ്ധത്തിൻ്റെ ആളുകളായിട്ടാണ് അവർ ഒന്നാം ലോകമായത്. അവർ സെലാഡി എന്ന് പറഞ്ഞ കുരിശ് യുദ്ധത്തിൽ ഈ പോപ്പിൻ്റെ പടയെ തോൽപ്പിച്ച മഹാനായ രാജാവുണ്ട്. മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹാനായ രാജാവ്, ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വൃത്തികെട്ടവൻ. നമുക്ക് രണ്ടും പറയുന്നത്, നമുക്ക് ഈ രണ്ടിൽ നമ്മൾ കൈയെടുത്തത്. അപ്പോൾ അങ്ങേരുടെ ശവകുടീരത്തിൽ ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഒന്നാം ലോകമായിരുന്നത് ഇവരെ തോൽപ്പിച്ചതിന് ശേഷം, ബ്രിട്ടീഷുകാർ ഓട്ടോമൻ ടർക്സിനെ തോൽപ്പിച്ചതിന് ശേഷം പോയിട്ട് വന്നത് സെലാഡിൻ വി ആർ ബാക്ക് എന്നാണ്, ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ആ കുരിശ് യുദ്ധത്തിൻ്റെ ആ ഒരു ഇസ്ലാമിനോടാണ് സ്നേഹമെങ്കിൽ അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ കൂടില്ലല്ലോ. ഇല്ല. അപ്പോൾ സൗദി ബേസിക്കലി സൗദി രാജകുടുംബത്തിൻ്റെ ഇൻട്രസ്റ്റാണ് അവർക്കുള്ളത്. അതിനവർ മതത്തെ വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. സലഫിസം എന്നുള്ള ഐഡിയോളജി ഇസ്ലാം തകരാൻ കാരണം പ്രവാചകൻ്റെ ചര്യയിൽ നിന്ന് മതം പിന്നീടുണ്ടെന്ന ആളുകൾ മാറി സഞ്ചരിച്ചുകൊണ്ടാണ് ഇസ്ലാം തകർന്നതാണ് ഇവർ പറഞ്ഞത്. പ്രവാചകൻ സൗദി പറയുന്നത് ഈ സൗദി ഉണ്ടായത് തന്നെ പ്രവാചകൻ്റെ ചര്യയെന്ന് വേർതിരിച്ചുകൊണ്ടാണ്. കാരണം സൗദി എന്ന് പറഞ്ഞാൽ സുന്നി സിയാന്ന് തോന്നുന്നത് പ്രവാചകൻ്റെ മരണത്തിന് ശേഷം അടിച്ചിട്ട് അതിൻ്റെ ഫലമായിട്ടുണ്ടായി, അതിൻ്റെ അവസാനം ഉണ്ടായി വന്ന സാധനമാണ് ഈ സൗദി എന്ന് തോന്നുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ ചര്യയെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ മാറിയിട്ടുണ്ട്. അതായത് പ്രവാചകൻ്റെ ചര്യയെന്ന് മാറുന്നത് എപ്പോഴാണ് ഇവർ പറയുന്നത് വെച്ചാൽ ഈ അടുത്ത കാലത്താണ്. എന്ന് വെച്ചാൽ ഈ 1500 ശേഷമാണ്. അങ്ങനെയല്ലല്ലോ. പ്രവാചകൻ കാണിച്ചു തന്ന സാഹോദര്യത്തിൻ്റെ പാതയിൽ നിന്ന്, ഇപ്പം അതിൽ പലർക്കും വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടാവും. മറ്റുള്ളവരുടെ സാഹോദര്യം അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉള്ളിലൊരു സാഹോദര്യം ഉണ്ടാവുമല്ലോ മുസ്ലിങ്ങൾക്കിടെ. അത് വെട്ടിമാറ്റി പ്രവാചകൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ അവരെ കൂട്ടക്കൊല ചെയ്ത് ഓതന്മാരുടെ അണ്ടറിൽ താമസിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അവർ പ്രവാചകൻ്റെ പാതയിൽ നിന്ന് അന്നേ അവർ മാറി. അതിനുശേഷമാണ് ഇസ്ലാം വലിയ സാമ്രാജ്യമായത്. ഈ പ്രവാചകൻ്റെ കൊച്ചുമോനെ കൊന്നവൻ്റെ ആളുകളെ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കാണും. പിന്നെ ഉമയ്യുദ് രാജവംശം ഉണ്ടായിരുന്നു. ഉസ്മാൻ ഖലീഫയുടെ പേരൊക്കെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ഉമയ്യുദ് ഈ ഒരു മോവിയ യസീദ് ആ ലൈനിൽ വന്നാണ്. പിന്നെ അതിനുശേഷം അബ്ബാസിഡ്സ് ഉണ്ടായി. ഈ പറഞ്ഞ പ്രവാചകൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ സ്വാധീന ഫലമായിട്ട് അബ്ബാസിഡുണ്ടായി. പിന്നെ ഫാത്തിമിദ് വന്നു. ഇതൊക്കെ വന്നതെന്ന് വെച്ചാൽ പ്രവാചകന് ശേഷമാണ്. അപ്പോൾ പ്രവാചകൻ്റെ പാതയിൽ നിന്ന് മാറിയതിനു ശേഷമാണ് ഈ സാമ്രാജ്യം ഉണ്ടായത്. അപ്പോൾ പ്രവാചകൻ്റെ പാതയിൽ നിന്ന് മാറിയതിനു ശേഷമാണ് ഇസ്ലാമിന് തകർച്ച കിട്ടുന്നത് എങ്ങനെ പറയാൻ പറ്റും? ഒന്നാമത് പൊളിറ്റിക്കലാണ് നിങ്ങൾ ഉദ്ദേശിക്കുമെങ്കിൽ. രണ്ട്, ആത്മീയമാണെങ്കിൽ എങ്ങനെയാണ്? ആത്മീയമാണെങ്കിൽ തന്നെ ഈ പ്രവാചകൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് സൂഫികൾ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ എല്ലാവരെയും ഒരുമിച്ച് കാണാം. സൂഫികളാണ് ഇവർ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത്. ഇപ്പോഴും സൂഫികളാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യ. സൂഫികൾ അവർക്ക് ഇഷ്ടമില്ല സൗദി അറേബ്യക്കാർ. സലഫികളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സൂഫികളാണ്. അതിനായത് സൂഫികൾ ഹിന്ദുക്കളുടെ ആചാരങ്ങളൊക്കെ കടക്കൊണ്ടിട്ടുണ്ട്. മറ്റേതാണ് ക്രിസ്ത്യാനികളോട് വെറുപ്പ് കാണിക്കുന്നില്ല. അതൊക്കെയാണ് അവരുടെ പ്രശ്നം. അപ്പോൾ വെറുപ്പ് കാണിക്കുന്നില്ല ഓപ്പണായി പറയില്ല, ചുറ്റി പറയും. ബൈസന്നെ എംപയറൊക്കെ ബന്ധപ്പെട്ട്. അപ്പം ഇതാണ് സലഫിസം. ഈ സലഫീസാണ് അവരുടെ ഐഡിയോളജി. അപ്പോൾ ഈ സലഫീസ് അവർ ഉപയോഗിക്കുകയാണ്. അമേരിക്ക എങ്ങനെയാണ് ബന്ധക്കോസ് സംഭവം ഉപയോഗിക്കുന്ന പോലെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയും സൗദിയും തമ്മിൽ നല്ല ബന്ധമല്ലേ? അതാ പറഞ്ഞത്. ഈ അമേരിക്കയും സൗദിയും തമ്മിൽ ഭയങ്കര നല്ല ബന്ധമാണ്. അതേസമയം തന്നെ അമേരിക്ക അല്ലേ ഈ പറയുന്നതിൻ്റെ മാതിരി ഇസ്ലാമിക രാജ്യങ്ങൾ ഓരോന്നിനും ബോംബ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഈ തകർത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ പറയുന്നത് സൗദിയിലെതിരെ രാജ്യങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്. അമേരിക്കയുടെ ഒരു ശിങ്കിടിയാണ് സത്യത്തിൽ സൗദി അറേബ്യ. ബ്രിട്ടൻ്റെ ശിങ്കിടിയായിരുന്നു. ഇസ്ലാമിന് പ്രത്യേകിച്ച് സൗദി അറേബ്യ കാര്യമായിട്ട് സംഭാവനയൊന്നുമില്ല. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് സൗദിയിലാണ് മക്ക എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിൻ്റെ ഒരേ ഒരു പ്രൊട്ടക്ടറാണ്. അങ്ങനെ ഒരു താല്പര്യം അവർക്കില്ല. പിന്നെ അവർ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള മധ്യകാലഘട്ടത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ അതേ രീതിയിൽ നടപ്പിലാക്കി അവരെ കോപ്പി അടിക്കാൻ അവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാക്കിർ നായിക്കൊക്കെ
അഫ്ഗാനിസ്ഥാനിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കുറച്ച് കൂടിയ വേർഷൻ താലിബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇസ്ലാം, ഞങ്ങളാണ് ഇസ്ലാം എന്നുള്ള ഒരു ധാരണ. പിന്നെ ഈ പെട്രോൾ ഡോളർ ഇഷ്ടംപോലെ കാശ് വന്നപ്പോൾ പല ഈ സലഫി ഗ്രൂപ്പുകളെ അവർ പ്രൊമോട്ട് ചെയ്തു, പൈസ കൊടുത്തു. അപ്പോൾ അവരൊക്കെ ഇവരെ പുകഴ്ത്തി പാടാൻ തുടങ്ങി. സലഫി എല്ലാ കാലത്തും അമേരിക്കയുടെ കൂടെ അല്ലേ എന്നത്. അമേരിക്ക എന്താ ചെയ്തത്? അമേരിക്ക അവർ ആദ്യം ഈ സലഫി ഈ രാജ്യം ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി അവർ സ്ഥാപിച്ചു അവിടെ. അതിനുശേഷം അവരെന്താ ചെയ്തത്? അമേരിക്കയായിട്ട് കൂട്ടുപിടിച്ച് അവിടെ എണ്ണ നിക്ഷേപം കണ്ടെത്തി. അരാംകോ എന്നുള്ള കമ്പനി തുടങ്ങി. സൗദി അറേബ്യയിൽ പന്നിയിറച്ചിയോ കള്ളൊന്നും കിട്ടില്ല. പക്ഷേ ഈ അരാംകോയുടെ ആസ്ഥാനം വന്നിട്ടുണ്ട് അമേരിക്കൻ ബേസിൽ. അവിടെ എല്ലാം കിട്ടും, പന്നിയിറച്ചിയും കിട്ടും, കള്ളും കിട്ടും, സലാദനും കിട്ടും. സൗദി തന്നെ അവിടെ എല്ലാം കിട്ടും, വേറെ ആർക്കൊന്നും കിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഇവരെന്താ വെച്ചാൽ അന്ന് സോവിയറ്റ് റഷ്യക്കെതിരെ ഈ പ്രദേശത്തെല്ലാം തന്നെ വെസ്റ്റ് ഏഷ്യൻ മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ, സെൻട്രൽ ഏഷ്യൻ മുസ്ലിം രാജ്യങ്ങൾ, യമനിലൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ സ്വാധീനം കൂടിക്കൂടി വരികയായിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സദ്ദാം ഹുസൈനൊക്കെ അവരുമായിട്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകളെ കൊല്ലും, എന്നാൽ സോവിയറ്റ് റഷ്യയായിട്ടൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സദ്ദാം ഹുസൈൻ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. ഗദ്ദാഫി ഇതിനെതിരായിരുന്നു. അപ്പം ഇവർ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തിനെതിരെ ഇവരെന്ത് ചെയ്തു? അമേരിക്കയുടെ കൂടെ നിന്നുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഇവർ ബിൻ ലാദനൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. പാകിസ്ഥാനിലെ തീവ്രവാദ മദ്രസകളെ മൊത്തം വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് അമേരിക്ക ഫണ്ട് സൗദി വഴി പാകിസ്ഥാനിൽ വന്നിട്ടാണ് ഇന്ത്യയിൽ ഖാലിസ്ഥാൻ വാദികൾക്കൊക്കെ അത് കിട്ടിക്കൊണ്ടിരുന്നത്, കാശ്മീർ തീവ്രവാദികൾക്കും കിട്ടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു സൗദി. ഇപ്പോഴും അത് തന്നെയാണ്. കാരണം ഈ പെട്രോളോടെ ഇടപാട് കയറി വന്നപ്പോഴാണ് സൗദി നിലകൊള്ളുന്നത്. അപ്പോൾ അതെങ്ങനെ വന്നപ്പോൾ ഇടയ്ക്ക് അവർ അമേരിക്കയുമായിട്ട് ജനങ്ങൾ അവിടുത്തെ പൗരന്മാർ അമേരിക്കയായിട്ട് അകന്നു. കാരണം ഇറാഖിലൊക്കെ യുദ്ധം വന്നതോട് കൂടിയിട്ട് അവരുടെ താല്പര്യങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായി. അപ്പം പ്രധാനപ്പെട്ട ശത്രു സോവിയറ്റ് റഷ്യ ഇല്ലാതെ അടുത്ത ശത്രു ആരാണ്? അടുത്തത് നമ്മുടെ ശത്രു അമേരിക്ക ആയിരിക്കുമല്ലോ. അപ്പോൾ അമേരിക്കയുടെ എതിരെ ജനവിഭാഗം അവിടെ ഉണ്ടായി. മാത്രമല്ല അവിടെ റിഫോംസ് വേണമെന്ന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിലൊക്കെ വലിയ അഭിപ്രായങ്ങളൊക്കെ വന്നു. അപ്പോൾ പുതിയതായിട്ട് വന്ന മുഹമ്മദ് ബിൻ സൽമാൻ അതേ കുറേ സ്ത്രീകൾക്ക് ലൈസൻസ് പ്രാതിനിധ്യം, വലിയ റിഫോംസാണ് അവിടെ വരുന്നത്. ഇപ്പം ഇവിടെ സൗദി കണ്ടുപിടിക്കുന്ന പറയുന്നത് ഇപ്പം എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല വിക്കിലീക്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ലോകത്തുള്ള മറ്റൊരു ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ, ഭയങ്കര ശക്തമാണ്. ഇറാൻ ആക്രമിക്കാൻ അമേരിക്കയോട് പറഞ്ഞ രാജ്യമാണ് ഇവർ. ഇറാനെ യമനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയോട് പറഞ്ഞ ആളുകളാണ് സൗദി അറേബ്യക്കാർ. അല്ല, സ്വാഭാവികമായിട്ടും അമേരിക്കയും അപ്പോൾ എന്ത് ഇസ്ലാമിക ഉമ്മത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒന്നുമില്ല. അല്ല, ഇവര് ഈ യമനിലെ ഇനി പ്രവാചകന് ഇഷ്ടമാണല്ലോ സലഫിസം പറയുന്നത്. എന്തുകൊണ്ട് പ്രവാചകന് ഇഷ്ടമാണ് ഇവർ സഹോദരങ്ങൾ ആക്രമിക്കാൻ പറയുന്നത്? അല്ല, അപ്പോൾ ഇവർ ഇസ്രായേലിനൊപ്പം ചേരണ്ട എന്നാണോ പറയുന്നത്? അങ്ങനല്ല, ഇവര് ഇസ്രായേൽ നിലപാട് ഇവർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ല, ഇവർ ഇസ്രായേലിനെതിരെ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന ടീമാണ്. ഇപ്പൊ ഇസ്രായേലായിട്ട് രഹസ്യമായിട്ടുള്ള ചങ്ങാത്തത്തിലാണ്. ഇപ്പം പിന്തുണ കൊടുക്കുന്നുണ്ടെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ അവർക്ക് അവരുടെ നിലനിൽപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കയുടെ ഫ്രണ്ടായി ഇടയ്ക്ക് അമേരിക്കയായിട്ട് ഉടക്കി ഇസ്രായേലിനെതിരെ കാര്യമായിട്ട് ഒരു യുദ്ധത്തിന് മറ്റെന്താ മുഖം കാണിച്ച കാര്യമായിട്ട് എന്താ പറയുക, ഒരു ഇതിലേക്ക് പോയിട്ടില്ല. ഒരു യുദ്ധത്തിൽ അക്രമത്തിലേക്കൊന്നും അവർ പോയിട്ടില്ല. വളരെ അപൂർവമായിട്ടേ പോയിട്ടുള്ളൂ. ഇവരെന്ന് വെച്ചാൽ വളരെ സൈലൻ്റ് ആയതുകൊണ്ട് പൈസ കൊടുത്ത് സഹായിക്കും. കാരണം ബേസിക് സംഭവം. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇസ്രായേലായിട്ട് ബാക്ക് ഡോർ ഡിപ്ലോമസി തുടങ്ങിയിരിക്കുകയാണ്. നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവിടെ ചില ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൗദി അറേബ്യനെ എടുത്ത് കാണിച്ചുകൊണ്ട് ഇസ്ലാമിക ഇറാൻ സയനിസത്തിന് സാമ്രാജ്യത്തിനെതിരെയുള്ള ഇസ്ലാമിൻ്റെ ചെറുത്തുനിൽപ്പത്തിന് മുഖം എന്നൊന്നും പറഞ്ഞേക്കരുത്. അല്ല ഈ രണ്ട്. ഇനി അങ്ങനെ മുഖം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രാജ്യം ആയിരുന്നു ഇറാനിൽ അതിശക്തമായിട്ട് ഇസ്രായേലിന് അമേരിക്കയുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ആരും അറിയാതെ കൊല ചെയ്യപ്പെടുന്നു. അവരുടെ ഈ ഇതിൻ്റെ തലവൻ ഈ പലസ്തീൻ തീവ്രവാദികളുടെ തലവൻ അവിടുന്ന് കൊല ചെയ്യപ്പെടുന്നു. ഹമാസ് അനേകത്തുകൊണ്ട് കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് സൗദിയുടെ പിന്തുണയുണ്ടോ? സൗദി അറേബ്യയുണ്ടോ? അമേരിക്കക്കെതിരെ സൗദി നിലപാടെടുക്കില്ല. ഇപ്പോൾ ഇസ്രായേലിനെതിരെ നിൽക്കുക. മുഹമ്മദ് ബിൻ സൽമാൻ എപ്പോഴത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. സാമ്പത്തിക ശക്തിപ്പെടുത്തുക, അതിൻ്റെ നിലനിൽപ്പ് ഓയിൽ മണി ഇല്ലാതായിക്കൊണ്ടിരിക്കുക, സാമ്പത്തിക നിലനിൽപ്പിൽ ഒപ്പുവരുത്, രാഷ്ട്രീയമായ നിലനിൽപ്പ് ഒപ്പുവരുത്, ഇസ്ലാമിൻ്റെ പേരിൽ യുദ്ധമൊക്കെ ചെയ്ത് മറ്റുള്ളവരെ ശത്രുവാക്കുന്ന പരിപാടി നിർത്തുക. അതാണ് അവരുടെ ലക്ഷ്യം. ഈ അമേരിക്കയിൽ സൗദിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് അതിപ്പോൾ അവർ കുറച്ചു. ഇപ്പോൾ ഒന്ന് ഷെൽ ഓയിൽ അവർ കണ്ടെത്തി. രണ്ടാമത് EV സിസ്റ്റം പോലെ വന്നല്ലോ. EV സിസ്റ്റം പോലെ വന്നു. പിന്നെ അടുത്ത് പെട്രോൾ ഡോളറിലുള്ള ട്രാൻസാക്ഷൻ സൗദി മാറ്റി. സൗദി പിന്നെ എണ്ണ എക്കോണമി പെട്ടെന്ന് തീരുമെന്ന് അവർക്കറിയാം. അത് വ്യാപാരത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇഷ്ടംപോലെ സൗദി പെട്രോൾ ഡോളർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്ലോബലി നടത്തുന്നുണ്ട്.
അതുപോലെ അവർക്ക് വേണ്ടി ഇഷ്ടം പോലെ ലോബി ചെയ്യാൻ അമേരിക്കനും ബ്രിട്ടനിലൊക്കെ പാർലമെൻറ്റേറിയൻസൊക്കെ വിലക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ നിലനിൽപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ അവർ ഇസ്രായേലുമായിട്ടും അമേരിക്കയായിട്ട് അവർ സഖ്യം തുടരുന്നത് നല്ലത് തന്നെയാണ്. നല്ലത് ഞാൻ പറയാൻ കാരണം ഇസ്ലാം കുറച്ചുകൂടി മോഡേണൈസ് ചെയ്യപ്പെടുക. മുഹമ്മദ് ബിൻ സൽമാനെ കണ്ടറിൽ അവിടെ മോഡേണൈസ് ചെയ്താൽ പിന്നെ ഇവന്മാർക്ക് ഇവിടെ പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് പണി എളുപ്പമായി. അല്ലാതെ ഉദ്യോഗിക്കുന്നതല്ല, എല്ലാം പാവപ്പെട്ട ഒരു രീതി ശരിയാണ്, അത് നല്ലതാണ്. അങ്ങനെയാണ് നമുക്ക് യുദ്ധമില്ലാത്ത വെസ്റ്റ് ഏഷ്യയിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. പക്ഷെ വലിയ ഡയലോഗ് അടിക്കരുത്. അമേരിക്ക ഒരു പ്രധാന കാരണം ഈ ഇസ്രായേലിനെക്കാലത്തും പിന്തുണയ്ക്കുന്ന അമേരിക്ക, സൗദിയും അമേരിക്കയ്ക്കൊപ്പം. അപ്പോൾ അമേരിക്കക്കൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ സൗദിക്കും ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു അല്ല വേറൊരു പ്രശ്നമുണ്ട്. സൗദീൻ്റെ ഈ നിലപാടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന അറബ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഇവന്മാർ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്ത് ചെയ്യും. കാരണം അവരാണ് ഭൂരിപക്ഷം. അവരെ പെട്ടെന്ന് ജനാധിപത്യത്തെ ആളുകളെ മതം പറഞ്ഞ് ഇളക്കാൻ എളുപ്പമാണ്. അത് പിന്നെ ഈ തീവ്രവാദികളെ കയ്യിലേക്ക് ഈ രാജ്യങ്ങൾ പോകും. മുഹമ്മദ് മോസിൻ്റെ കയ്യിൽ ഈജിപ്റ്റ് പോയപ്പം ഉള്ള അവസ്ഥ ഉണ്ടല്ലോ. അവിടെ സ്വയം ക്രിസ്ത്യാനികളെ കോപ്റ്റിക് ക്രിസ്ത്യൻസ്, അവിടെ സ്വയം ക്രിസ്ത്യൻസിനെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെട്ടു, എങ്ങനെയൊക്കെ ബോംബൊക്കെ പൊട്ടിയെന്ന് അവരുടെ പള്ളികളിലൊക്കെ അലക്സാണ്ട്രിയയിൽ. അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അതിനൊക്കെ നല്ലത് തൽക്കാലം അറബികൾക്ക് ബോധവും വിവരവും ജനാധിപത്യ ബോധവും നല്ല രീതിയിൽ ഉണ്ടാകുന്നവരെ അറബികൾ നല്ല ബുദ്ധിയുള്ള ആളുകളാണ്. പക്ഷേ ബോധവും വിവരവും കുറച്ച് കുറവാണ്. ജനാധിപത്യ ബോധവും കുറവ്, സെക്കുലർ ബോധവും കുറവാണ്. സെക്കുലർ സ്റ്റേറ്റിനെ പറ്റിയുള്ള ബോധം അവർക്ക് കാര്യമായിട്ടില്ല. സെക്കുലേഴ്സ് ഉണ്ടാവരുടെ മനസ്സിൽ, പക്ഷേ സെക്കുലർ ബോധം കുറവാണ്. അപ്പം പിന്നെ ഈ ഒരു വരുന്നവരെ ഇവർ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ നല്ലത്. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാൽ വലിയ ഡയലോഗ് അടിക്കരുത്. ഇപ്പോൾ സൗദി അറേബ്യ നിങ്ങൾ ഇസ്ലാമിൻ്റെ അവസാന വാക്ക് എന്ന രീതിയിൽ ഈ സ്ഥാനത്ത് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അത് ശരി. പിന്നെ അവർ പറയുന്ന സെലഫിസ്റ്റ് ബന്ധപ്പെട്ട ഐഡിയോളജിയുടെ പ്രശ്നമുണ്ട്. അതൊക്കെയാണ് ഞാൻ തുറന്നു കാണിച്ചത്. പക്ഷേ അവർ ഇസ്രായേലിനോട് അടുക്കുന്നതാണ് നമുക്ക് ലോക സമാധാനത്തിന് നല്ലത്.